എന്താ ഒരുപാട് ഭയങ്കര സന്തോഷത്തിലായ ഭയങ്കര എന്താ പറയാ സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയില്ലേ, അതുമാതിരി ഒരു മൊമെന്റിൽ അപ്പൊ നിൽക്കണേ. ഒരുപാട് അതായത് ഏട്ടന്റെ ഒരു റിലേഷൻ തൊട്ടിട്ടുള്ള എല്ലാ സ്റ്റേജും ഞാൻ കണ്ടിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് എന്താ ചെയ്യാതെ എന്തോ ഏട്ടനിപ്പോ ഭയങ്കര ഹാപ്പി ആയിട്ട് കാണുമ്പോ പിടിക്കുമ്പോ ഭയങ്കര എന്താ പറയാ ഭയങ്കര ധൈര്യാക്കി. അതുകൊണ്ട് അതിന്റെ വീട്ടില് ഇത്രയും പ്രശ്നമായിട്ട് അതപ്പോ എന്റെ കൂടെ ഉണ്ടല്ലോ എന്നുള്ളൊരു ഇതുകൊണ്ടായത് ഇപ്പൊ ആഗ്രഹിച്ചിട്ട് അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയി പറഞ്ഞ ഒരേ ഒരു കാര്യം അത് മാത്രമായിരുന്നു. അതായത് കല്യാണം കഴിക്കുകയാണെങ്കിൽ ആ കുട്ടീനെ ഞാൻ കഴിച്ചോട്ടെ എന്നുള്ള ചോദ്യം. ബജാജില് കളക്ഷൻ മാനേജറായിട്ട് ട്രെയിനിങ്ങിന് പോണ സമയത്ത് അന്ന് ഫുൾ ഡേ ഞങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നു. ലാസ്റ്റ് ഞാൻ പറഞ്ഞത് ഇഷ്ടമാണ്, അടിപൊളിയല്ലേ ഈ ചെക്കൻ, അപ്പൊ ഇനി വേറെ ആരെങ്കിലും കൊണ്ടുപോകണ്ട വിചാരിച്ചിട്ട് ഞാൻ ഇഷ്ടമാണ്. കാലം പോക്കത്തോടും നാവിഴിത്ത് വാർത്തൈ ഓർത്തി കൊണ്ടതേ അമ്പലനടയിൽ വെച്ചിട്ട് കല്യാണം കഴിഞ്ഞ ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങൾ കുറെ ആഗ്രഹിച്ചാണ് ഗുരുവായൂർ വെച്ചിട്ടുള്ള ഈ താലികെട്ട്. അത് ഞങ്ങക്ക് ഇത് കഴിഞ്ഞപ്പോ അത്രയും സാറ്റിസ്ഫൈഡ് ആണ്. ഇപ്പൊ താലി കെട്ടി എന്താ പറയാ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. എന്റെ ഏട്ടന്റെ കുട്ടിയായിട്ട് കൊണ്ടുപോകുമ്പോ ഭയങ്കര ഹാപ്പിയാണ് ഞാന്. ഡെയിലി എന്നോട് പറയും ഞാനിപ്പോ ഇറങ്ങാണ്, ഞാൻ ഇപ്പൊ ഇറങ്ങി വരുന്നു. ഞാനിങ്ങനെ ഓരോ ദിവസം നിൽക്കെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു പ്രഷർ കൊണ്ട് മാത്രം നമ്മളങ്ങനെ നിന്ന് പോയത്. അതുകൊണ്ട് ഇങ്ങനെ നല്ല രീതിയിലൊക്കെ ആയി അവസാനിച്ചു.